ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അസ്ലിയും അവളുടെ അമ്മയും കൂടെ ആദേശില്ലാത്ത സമയം നോക്കി അവന്റെ ലാപ്പിൽ നിന്നും മുറാട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇപ്പോ ആദേശും മർജാന്റെ മാനസികാവസ്ഥ വളരെ മോശമായത് കൊണ്ട് തന്നെ അവൾക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടി ബീച്ച് സൈഡില് അവളുടെ കൂടെ നടക്കുകയാണ്. കുറച്ചുനേരം അങ്ങനെ നടന്നു കഴിയുമ്പോ തന്നെ മർജാനും ചെറിയൊരു സമാധാനമൊക്കെ തോന്നും. ഈ സമയം ആന്റിയും ആ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വീഡിയോ അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ കണ്ടു കഴിയുമ്പോ അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് അയാൾ കരയുമ്പോ ആന്റി അവരുടെ കയ്യിലുണ്ടായിരുന്ന കണ്ണ് അയാളുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കും. ഇപ്പൊ മർജാനും ആദേശും കൂടെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് മുറാട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലീക്കായ വിവരം അവർ രണ്ടുപേരും അറിയുന്നത്. ഈ സമയം മുറാട്ടും വീഡിയോ ലീക്കായി വിവരം അറിഞ്ഞ് കരയുകയായിരുന്നു. അങ്ങനെ ആദേശും മർജാനും കൂടെ വേഗം തന്നെ വീട്ടിലേക്ക് വരുമ്പോ ഹൈദറും അവനോട് ചോദിക്കും, നീയല്ലേ ഇത് ചെയ്തത്? നിന്റെ കയ്യിലാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോ അത്രയും നേരം ആദിഷ്ടി കൂടെ നിന്നിരുന്ന മർജാൻ നേരെ അവളുടെ അച്ഛന്റെ സൈഡിലേക്ക് മാറി നിൽക്കും. അത് കാണുന്ന ആദേശും മർജാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹൈദറിനോട് ചോദിക്കും, മുറാട്ട് എവിടെ? ഹൈദറും എനിക്കറിയില്ല എന്ന് പറയുമ്പോ മർജാന്റെ അമ്മ വളരെ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നിനക്കിപ്പോ സന്തോഷായല്ലോ? ഇവിടെ ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം നീ ഒരുത്തിയാണ്. അന്ന് നീ നസറിന്റെ ഒപ്പം ആ ബോട്ടിൽ പോയിരുന്നെങ്കിൽ അവനും ഇവിടെ നിന്ന് പോകുമായിരുന്നു. അതോടെ ആ വീഡിയോ ആർക്ക് കിട്ടുമായിരുന്നില്ല. പക്ഷേ നീ വളരെ സെൽഫിഷ് ആയിരുന്നു. നിന്റെ ജീവിതത്തിന് മാത്രമാണ് നീ പ്രാധാന്യം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയും അവളെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോ ഇതെല്ലാം കേട്ട് നിന്ന ആദേശിനും അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാനാവാതെ നല്ല ദേഷ്യത്തോടെ അവളുടെ അമ്മയോട് ഇനി ഇവിടെ മിണ്ടരുതെന്ന് പറയും. എന്നിട്ട് ആദേശം നേരെ ജമാലിന്റെ അടുത്തേക്ക് വന്നിട്ട് മുറാട്ട് എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കണമെന്ന് ജമാലിനോട് പറയും. ആദേശിന്റെ പിന്നാലെ വന്ന മർജാനും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീയാണല്ലേ ഈ വീഡിയോ ലീക്കാക്കിയത്? മർജാൻ ഇതേപോലെ സംസാരിക്കുന്നത് കേട്ടിട്ട് ആദേശ് അസ്ലിയോടും ജമാലിനോടും പറയും, നിങ്ങൾ രണ്ടുപേരും നടന്നോ, ഞാൻ ഇപ്പോൾ തന്നെ വന്നേക്കാം. അതിഷ്ടപ്പെടാതെ അസ്ലിയും ആദേശിനോട് പറയും, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഇവളെന്താ പറയാൻ പോകുന്നത് എന്ന് എനിക്ക് കേൾക്കണം. എന്റെ ജീവിതത്തില് ഇത്രയും വലിയൊരു നാണം കേട്ട കാര്യം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണാനും പോകുന്നില്ല. ഇത് കേൾക്കേണ്ട താമസം ആദേശും ദേഷ്യത്തോടെ അസ്ലി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ജമാലും വേഗം തന്നെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. അവർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ മർജാനും ആദേശിനോട് ചോദിക്കും, ഒന്നിനെയും പേടിയില്ലാത്ത നീ ഞാനാണത് ചെയ്തത് എന്നെന്താ പറയാത്തത്? അത് കേട്ടിട്ട് ആദേശും അവളോട് പറയും, നിനക്ക് തോന്നുന്നതൊക്കെ നീ വിളിച്ചു പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവുമില്ല, ഇതിനൊക്കെ മറുപടി തരാൻ എനിക്ക് സമയവുമില്ല. ഇത് പറഞ്ഞിട്ട് ആദേശ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അവനെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ മർജാനും അവന്റെ കയ്യിൽ പിടിച്ച് അവനെ തടഞ്ഞുകൊണ്ട് പറയും, മുറാട്ടിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് മർജാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ആദേശും നല്ല ദേഷ്യത്തിൽ അവളോട് ചോദിക്കും, നീ എന്നെ എന്ത് ചെയ്യും? മുറാട്ടിന് എന്തെങ്കിലും സംഭവിച്ചാ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് പറ. അപ്പൊ മർജാനും പറയും, ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന ഒരിക്കൽ നിനക്കും മനസ്സിലാകും. അത് കേൾക്കുമ്പോ ആദേശും അവളോട് പറയും, നിനക്കെന്നല്ല മറ്റാർക്കും ഈ ഒരു കാര്യത്തില് എന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ മുറാട്ട് എവിടെയാണെന്ന് നിനക്കറിയണമെങ്കിൽ അത് നീ നിന്റെ ഫാമിലിയോട് തന്നെ ചോദിക്കണം. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു ക്ലൂ തരാം. നിന്റെ ഫാമിലി നസറിന്റെ കൂടെ ചേർന്നിട്ടാണ് അവൻ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. ഇതൊക്കെ അവർ ചെയ്തിട്ടും അവർ നിന്നോട് മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം അവർക്ക് ആ പെൺകുട്ടിയുടെ മരണത്തെക്കാൾ വലുത് അവരുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷനാണ്. ഈ ഒരു അവസ്ഥയില് നിന്നെ കാണുമ്പോ എനിക്ക് നിന്നോട് നല്ല സഹതാപം തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നിന്നോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരാൾ പോലും നിന്റെ ഫാമിലിയിൽ ഇല്ലല്ലോ എന്നോർത്തിട്ട് ഇപ്പൊ നിന്നോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ ഞാൻ തന്നെയാണ്. ആദേശ് പറയുന്നതെല്ലാം കേട്ടിട്ട് മർജാനും കരഞ്ഞുകൊണ്ട് നേരെ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവളും നല്ല ദേഷ്യത്തിൽ അവരോട് ചോദിക്കും, ഞാൻ കേട്ടത് ശരിയാണോ? നിങ്ങളാണോ മുറാട്ടിനെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നത്? അതിഷ്ടപ്പെടാതെ അമ്മയും അവളോട് പറയും, പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്? എന്റെ മകൻ ജയിലിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കണോ? മർജാനും ചോദിക്കും, നിങ്ങൾക്കും ഒരു മകളുള്ളതല്ലേ? ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? അപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവർ വഴക്ക് കൂടുന്ന സമയത്താണ് ആദേശും അവിടേക്ക് വരുന്നത്. അവനെ കാണുമ്പോ ഹൈദറും ദേഷ്യപ്പെട്ട് പറയും, ഇതിനൊക്കെ കാരണക്കാരൻ ഇവനാണ് അത് ചെയ്തത്. അത് കേട്ടിട്ട് മർജാന്റെ അമ്മയും നല്ല ദേഷ്യത്തോടെ നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ആന്റിയും അവിടേക്ക് വന്നിട്ട് പറയും, മതി ആദേശിന്റെ അടുത്ത് ബഹളം ഉണ്ടാക്കിയത്.
അവനല്ല, ഞാനാണ് ആ വീഡിയോ റിലീസ് ചെയ്തത്. ഇത് കേൾക്കേണ്ട താമസം ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മെർജന്റെ അമ്മയും ആന്റി അടിക്കാൻ വേണ്ടി വരുമ്പോ അതിന് നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് ആന്റിയും മെർജന്റെ അമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവരെല്ലാവരും ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോ ആദേശം പറയും മതിയാക്ക്. എന്നിട്ട് അവനും അവന്റെ ഫാമിലിയോട് അകത്തേക്ക് പോകാൻ വേണ്ടി പറയും. എന്നിട്ട് അവരുടെ പിന്നാലെ വന്ന ആദേശം ആന്റിയോട് ചോദിക്കും, എന്നോട് പറയാതെ ഇതേപോലൊരു കാര്യം ചെയ്യാൻ ആന്റിയോട് ആരാ പറഞ്ഞത്? എന്റെ പ്ലാൻ എന്താണെന്ന് വ്യക്തമായി ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അപ്പോ ആന്റി പറയും, അവർ എന്നോട് ചെയ്ത ദ്രോഹം നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊന്നുകളഞ്ഞ് എന്നെയും എന്റെ മോളെയും തനിച്ചാക്കി. നിന്നോട് ചെയ്തതൊന്നും നീയും മറന്നിട്ടില്ലല്ലോ എന്ന് ആന്റിയും ചോദിക്കുമ്പോ ആദേശം പറയും, ഞാനൊന്നും മറക്കില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ ചെറിയൊരു ശിക്ഷയല്ല ഞാൻ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവർ എന്റെ മുൻപിൽ കിടന്ന് കരഞ്ഞ് യാചിക്കണം. ആദേശിന്റെ ഈ ഒരു ഭാവമാറ്റം കാണുമ്പോ ജമാലും അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോ അസ്ലിയും അമ്മയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പോ ആദേശം അവളോട് ചോദിക്കും, ആന്റിക്ക് എവിടുന്ന ആ വീഡിയോ കിട്ടിയതെന്ന്. പക്ഷെ അസ്ലി അതിന് മറുപടി പറയാതെ നിൽക്കുന്നത് കാണുമ്പോ ആദേശം അവളോട് പറയും, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അസ്ലി. അപ്പോ അസ്ലിയും അവനോട് സോറിയൊക്കെ പറയുന്ന സമയത്താണ് മെർജൻ താഴേക്ക് പോകുന്നത് ആദേശം കാണുന്നത്. ഉടനെ തന്നെ അവളുടെ പിന്നാലെ ഓടി വന്ന ആദേശം അവളോട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നതെന്ന്. പക്ഷെ മെർജൻ മറുപടി ഒന്നും പറയാതെ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോ ആദേശം വന്ന് ഡോർ അടച്ചിട്ട് പറയും, ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നീ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ മെർജാന് പറയും, എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഞാൻ മുറാട്ടിനെ കണ്ടുപിടിക്കും, എന്നാൽ എന്റെ കൂടെ വായെന്ന് പറഞ്ഞ് ആദേശ് അവളെ വലിച്ചു കൊണ്ടുപോകുമ്പോ മെർജാനും അവനോട് പറയും, ഞാൻ ഒരിക്കലും നിന്റെ കൂടെ വരില്ല. അപ്പോ ആദേശം അവളോട് പറയും, മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നാൽ നമുക്ക് മുറാട്ടിനെ അന്വേഷിക്കാൻ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീ എവിടേക്കും പോകില്ല. അങ്ങനെ ഇപ്പൊ മെർജാനും വേറെ വഴിയൊന്നുമില്ലാതെ ആദേശിന്റെ കൂടെ മുറാട്ടിനെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമേ തന്നെ അവർ പോയത് നസറിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തുമ്പോ മുറാട്ടിന്റെ കാര്യം പറഞ്ഞ് നസറും ആദേശും തമ്മില് ഒരു ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത് കാണുമ്പോ നസറിന്റെ അനിയത്തി അവിടേക്ക് ഓടി വന്നിട്ട് പറയും, ഇവിടെ ആരുമില്ല എന്ന്. എന്നിട്ട് മെർജാനോട് ആദേശിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് സ്ഥലത്തൊക്കെ അവർ രണ്ടുപേരും കൂടെ മുറാട്ടിനെ അന്വേഷിച്ചു നടക്കും. ഒരുപാട് രാത്രിയായിട്ടും മുറാട്ടിനെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും നന്നായി തളർന്നിരുന്നു. ഇപ്പൊ മെർജാനും അവിടെ കണ്ട ഒരു ബെഞ്ചിലിരുന്ന് ആദേശിനോട് മുറാട്ടിനെ പറ്റി സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് മെർജാൻ തണുക്കുന്നത് കണ്ടിട്ട് ആദേശ് അവന്റെ ജാക്കറ്റ് ഊരി മെർജാൻ ഇട്ടു കൊടുക്കും. അങ്ങനെ കുറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരും നന്നായി ടയർഡായത് കൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. അടുത്ത ദിവസം നേരം വിളക്കുമ്പോ ആദേശ് കാണുന്നത് തന്റെ തോളിൽ കിടന്നുറങ്ങുന്ന മെർജാനെയാണ്. അപ്പോ ആദേശും അവിടെ നിന്ന് മാറാൻ വേണ്ടി തുടങ്ങുമ്പോ മെർജാൻ അവളുടെ രണ്ട് കൈയും കൊണ്ട് ആദേശിന്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ്. ആദേശും മെർജാന്റെ ഉറക്കം കളയണ്ട എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴാണ് മെർജാൻ കണ്ണു തുറക്കുന്നത്. അത് കാണുമ്പോ ആദേശം പെട്ടെന്ന് ഉറങ്ങിയതായിട്ട് അഭിനയിക്കും. അപ്പോഴാണ് മെർജാനും അറിയുന്നത് താൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയത് ആദേശിന്റെ തോളിലായിരുന്നു എന്ന്. ഇപ്പൊ മെർജാനും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആദേശിനോട് ചോദിക്കും, നിന്റെ ജാക്കറ്റ് എനിക്ക് തന്നതുകൊണ്ട് രാത്രി മുഴുവൻ നിനക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടാകുമല്ലേ? അപ്പൊ ആദേശം പറയും, ഞാൻ അത്ര പെട്ടെന്നൊന്നും തണുക്കില്ല എന്ന്. ഇതും പറഞ്ഞിട്ട് അവനും കാർ എടുക്കാൻ വേണ്ടി പോകുമ്പോ മെർജാനും അവളുടെ മനസ്സിൽ പറയും, ഇവനിപ്പൊ പറഞ്ഞിട്ട് പോയത് ഇവന്റെ ക്യാരക്ടറിനെ പറ്റിയാണോ എന്ന്. അങ്ങനെ അവിടെ നിന്ന് പോയ അവർ ഒടുവിൽ മുറാട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണ്. മുറാട്ടിനെ കണ്ടയുടനെ തന്നെ മെർജാനും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പൊ മുറാട്ടും ആദേശിനെ അവിടെ കണ്ടിട്ട് വളരെ ദേഷ്യത്തോടെ നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ വേണ്ടി വരുമ്പോ ആദേശ് അവനെ അടിച്ച് നിലത്തിട്ടിട്ട് പറയും, മര്യാദയ്ക്ക് വന്ന് സറണ്ടർ ചെയ്യാൻ. ഇപ്പൊ മെർജാനും അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ നീ സ്വീകരിക്കണമെന്ന്. അങ്ങനെ മെർജാന്റെ വാക്ക് കേട്ടിട്ട് മുറാട്ടും അവളോട് പറയും, ഞാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അതിനു മുൻപ് എനിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയും കണ്ട് യാത്ര ചോദിക്കണം. അങ്ങനെ മുറാട്ടിനെ കൂട്ടിക്കൊണ്ട് ആദേശും മെർജാനും അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിക്കഴിയുമ്പോ അവൻ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരയും. എന്നിട്ട് അവരോട് പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ സറണ്ടർ ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പൊ അച്ഛനും അവനോട് പറയും, നീ ധൈര്യമായിട്ടിരിക്കെ, ഏറ്റവും നല്ലൊരു ലോയറെ തന്നെ ഞാൻ നിനക്ക് വെക്കും. എന്നിട്ട് മുറാട്ട് നേരെ മെർജന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിനക്കൊട്ടും ഇഷ്ടമില്ലാത്തവനെ നിനക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത് ഞാൻ കാരണം മാത്രമാണ്. എനിക്കിപ്പോ എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലാകുന്നുണ്ട്. ശിക്ഷ കഴിഞ്ഞ്
ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ പുതിയൊരാളായിരിക്കും. അങ്ങനെ മുറാട്ടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നത്. മുറാട്ട് നിലത്തേക്ക് വീഴുമ്പോ മേജൻ മാത്രം ഓടി അവന്റെ അടുത്തേക്ക് വരും. ആ ഒരു സമയം ആദേശ് ചിന്തിക്കുന്നത് ഏലുളിനെ ഹൈദർ എന്ന് പിടിച്ചു കൊണ്ടുപോയപ്പോ രക്ഷിക്കാൻ ചെന്ന ആദേശിനെ തടയുന്ന മുറാട്ടിനെയാണ്. ഉടനെ തന്നെ ആദേശും മുറാട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് മേജാൻ കേൾക്കാതെ അവന്റെ ചെവിയിൽ പറയും, മരിക്കുന്നതിന് മുൻപ് ഒരു സത്യം കൂടി നീ അറിഞ്ഞോ, എന്റെ പേര് ആദേശ് എന്നല്ല, ഞാൻ താഹിറാണ്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോ മുറാട്ട് മേജാനോട് പറയുന്നുണ്ട് അത് താഹിറാണെന്ന്. പക്ഷേ മേജാൻ അത് മനസ്സിലാകില്ല. അപ്പോഴേക്കും മുറാട്ട് മരിച്ചിട്ടുണ്ടാകും. ഇത് കാണുന്ന മേജാനും നല്ല ദേഷ്യത്തില് ഓടി വന്ന ആദേശിനോട് പറയും, ഈ ഒരു നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം നീ ഒരാൾ മാത്രമാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെ ശത്രുവാണ്. ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആദേശ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.